Hello everyone, welcome to Edupod Class 7. It's me and Nafi. നിങ്ങൾ എനിക്ക് മറ്റൊരു പേരിട്ടുണ്ട് അമ്പാന്നല്ലേ. അപ്പോൾ മക്കളെ എല്ലാവർക്കും 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു മിനിറ്റ് അതിൻ്റെ പെണ്ണതായിപ്പോയി മക്കളെ. അപ്പോൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഇത് അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആക്ടിവിറ്റിയുടെ ഉള്ളിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ സെറ്റ് അല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ, ജിൽ 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 യെസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഹൗ ഡിഡ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ പിടിച്ച ആൻസർ ഒന്നാമത്തെ എന്താടാ? ബൈ എക്സാമിനിങ് ദ മെറ്റീരിയൽസ് ദാറ്റ് റീച്ചസ് അറ്റ് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താടാ? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന വസ്തുക്കളെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വസ്തുക്കൾ വോൾക്കാനിക് ഇറപ്ഷൻ അഥവാ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. രണ്ടാമത് എന്താടാ? ഫ്രോം ദ ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രോം മൈൻസ് അല്ലെ, ഖനികളിൽ നിന്ന് നമുക്ക് എന്താണ്, ഭൂമിയുടെ ഉൾഭാഗമായിട്ടുള്ള ഖനികളിൽ. എന്താ ഖനികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളോട്ടേക്ക് എന്തെങ്കിലും കുഴിച്ച് പോകില്ലേ, ആ ഭൂമിയുടെ ഉള്ളോട്ട് കുഴിച്ചിട്ട് സ്വർണ്ണം വെള്ളി എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, മൈൻസ് അഥവാ ഖനി. ആ ഖനികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാവും. അടുത്തെന്താടാ? ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക് അല്ലെ, ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേവ്സ് അഥവാ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന 3 രീതികൾ മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ? സെറ്റ്, യെസ്. എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾ റീച്ച് ദ അറ്റ്മോസ്ഫിയർ? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എത്തുന്നത്? ഏതൊക്കെ രീതിയിലൂടെയാടാ? ഒന്നാമത്തെ എങ്ങനെയാണ്, ലിഫ്റ്റർ ഫ്രം ദ എർത്ത് ബൈ വിൻഡ് അല്ലേ, അതായത് എന്താടാ, ഭൂമിയിൽ നിന്ന്, നമ്മുടെ ഭൂമിയുടെ എർത്തിന്റെ സർഫസിൽ അല്ലേ, ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങളുണ്ട്. കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങളും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും, ഉയർത്തും. അത് ഉയർത്തിയിട്ട് എന്ത് ചെയ്യും, മറ്റു പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്തെത്തുന്നു, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തുന്നു. അതെന്താടാ? കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. ശ്രദ്ധിക്കണേ, വോൾക്കാനിക് ഇറപ്ഷൻ അഥവാ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും എന്ത് പുറത്തേക്ക് എത്തുന്നുണ്ട്, ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ പുറത്തെത്തുന്നുണ്ട്. മൂന്നാമത്തെ എന്താടാ? ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റിയോസ് അല്ലെ, ഉൽക്കകൾ കത്തുമ്പോൾ ചാരങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭൂമിയുടെ ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എന്തെത്തും, മെറ്റിയോസ് അഥവാ ഉൽക്കകൾ എത്തും. ആ ഉൽക്കകൾ നമ്മുടെ മിസോസ്ഫിയർ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, കത്തിത്തീരുന്നുണ്ട് അല്ലേ. ആ കത്തിത്തീരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കത്തിത്തീരുന്ന പൊടിപടലങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അന്തരീക്ഷത്തിൽ മൊത്തം നിറയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടതാ. ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ഇൻ വിച്ച് അറ്റ്മോസ്ഫിയറിക് ലെയർ ഡു മോസ്റ്റ് മെറ്റിയോസ് ബേൺ അപ്പ്? ഏത് അന്തരീക്ഷ പാളിയിലാണ് മിക്ക ഉൽക്കകളും കത്തുന്നത്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഏതാടാ? ആൻസർ അറിയുന്നവരെങ്കിലും ഒന്ന് ഓടി വന്നിട്ട് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. വിച്ച് ഗ്യാസ് ഈസ് അബണ്ടന്റ് ഇൻ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ഏതാണ്? ആൻസർ അറിയുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഇൻ വിച്ച് ലെയർ ഡു ദ ഓസോൺസ് ആർ സിറ്റുവേറ്റഡ് ഇൻ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ഓസോൺ കാണുന്ന പാളി ഏതാ? ഇൻ വിച്ച് ലെയർ ദ ഓസോൺസ് ആർ സിറ്റുവേറ്റഡ് ഇൻ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ ഓസോൺ കാണുന്ന പാളി ഏതാടാ? ആൻസേഴ്സ് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റാക്കാൻ നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെറ്റാക്കാൻ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങി തരും. അടിപൊളിയല്ലേ? ജില്ലല്ലേ. യെസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. കൂടെ ഉണ്ട് എജുപോഡ്. വീണ്ടും കാണാം. അതിലേക്കും ബൈ.